ഇന്ന് നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം നമ്മുടെ അക്ഷയ് ശ്രീകുട്ടിയും UK വന്ന് അവർ സ്വന്തമായിട്ടൊരു വീടൊക്കെ വാങ്ങി. ഇന്ന് അവരുടെ വീടിന്റെ കയറി താമസമായിരുന്നു. ഭയങ്കര ഹാപ്പിയാണ്. അവരുടെ ഈ ഒരു ഭയങ്കര വലിയൊരു അച്ചീവ്മെന്റ് നമ്മൾ അച്ചീവ് ചെയ്തതിനേക്കാൾ ഏറെ സന്തോഷമാണ് തോന്നുന്നത്. നമ്മൾ അവരുടെ എല്ലാ സ്ട്രഗിളും, അവർ വന്ന വഴിയും, അവർ ഇതിൽ കൂടി കടന്നുപോയ ആ ഒരു ബുദ്ധിമുട്ടും എല്ലാം കണ്ടതാ. അപ്പം ഇതെല്ലാം അറിയുന്നതുകൊണ്ടായിരിക്കും ഇന്ന് ഇവിടെ വന്നിരിക്കുമ്പോൾ, ഇപ്പം നമ്മൾ ബെഡ്റൂമിൽ ഇരിക്കുമ്പം ഇത് റിയൽ ആയിട്ട് നടന്നോ, ഓക്കെ നമ്മൾ വീട് മേടിച്ചോ, അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ്, ഒരു റിയലൈസേഷൻ, എന്താ പറയണ്ടതെന്ന് തന്നെ അറിയാൻ പാടില്ല. അക്ഷയ് ശ്രീകുട്ടിയും പറയുവാണെങ്കിൽ നമുക്ക് ഒരു ഫ്രണ്ട്സ് ആയിരുന്നു അവര്, പക്ഷെ ഇപ്പം കൂട്ടുകാരേക്കാൾ കൂടുതൽ അവര് നമ്മുടെ ഒരു കുടുംബമാണ്. അപ്പം നമ്മുടെ ഒരു എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അതെ, അതാണ് എന്റെ അവസ്ഥ. സന്തോഷം കൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എന്തായാലും മനസ്സ് നിറയെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഈ വീട്ടില് അവർക്ക് എല്ലാ സന്തോഷങ്ങളും, എന്തൊക്കെ സന്തോഷം ജീവിതത്തിൽ നമുക്ക് കിട്ടാമോ അതെല്ലാ സന്തോഷങ്ങളും, ഈ വീട് നിറയെ ഓടിക്കളിക്കാൻ അത്രയും കുഞ്ഞുങ്ങളും, അത്രയില്ല ഏതായാലും അത്രയും കുഞ്ഞുങ്ങളും, പിന്നെ അവരുടെ പീലിയുടെ വക അടുത്ത സെറ്റ് ഓഫ് പിള്ളേരൊക്കെ ആയിട്ട് നല്ല സന്തോഷമായിട്ട് ഒത്തിരി 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 ദൈവാനുഗ്രഹത്തോടു കൂടി ഇവിടെ ഒത്തിരി ഒത്തിരി കാലം നല്ല സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. അതെ, ബെസ്റ്റ് വിഷസ്. ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച കുറച്ച് കാര്യങ്ങളുള്ളൂ. ലിസ്റ്റ് ഔട്ട് ചെയ്തുള്ള കുറച്ച് കാര്യങ്ങൾ. അതിലൊന്ന് അക്ഷയൻ്റെ വീട് തന്നെയായിരുന്നു. അക്ഷയ് ഞാനായിട്ട് അധികം നാളെ പരിചയമില്ല, പക്ഷേ കുറച്ച് നാളുണ്ടെങ്കിലും അവനിപ്പോൾ എൻ്റെ നിങ്ങളുടെ സഹോദര തുല്യനാണ്. അപ്പം അവന് വേണ്ടി എന്ത് സാക്രിഫൈസിനും ഞാൻ റെഡി. അത് ഓട്ടോമാറ്റിക്കലി ആയി, നമ്മൾ ആ ബോണ്ട് അത്രയ്ക്ക് ഇതായി. അപ്പം അന്നോട്ടേ എൻ്റെ ആഗ്രഹം ഇതായിരുന്നു. അപ്പം ഞങ്ങൾ എന്നെ മുട്ടിപ്പാ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഇന്നാണ് ശരിക്കും പറഞ്ഞാൽ അക്ഷയ് മാത്രമല്ല ഞങ്ങൾ ഒന്ന് റിലീസായത്. പുതിയ വീട് മേടിച്ച അക്ഷയ്ക്കും ശ്രീകുട്ടിക്കും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. വി ആർ എക്സ്ട്രീംലി പ്രൗഡ് ഓഫ് ദം. ഇവിടെ ഒരു വീട് മേടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, അത് എല്ലാവരുടെയും വലിയൊരു ആഗ്രഹമാണ്. അത് ഇത്ര വേഗം സാധിച്ചെടുത്ത അക്ഷയ്ക്കും ശ്രീകുട്ടിക്കും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരുന്നു.
വാങ്ങിച്ചതിൽ നമുക്ക് സന്തോഷം. കൂട്ടത്തിൽ അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും ഒക്കെ നേരുന്നുണ്ട്. ഫ്യൂച്ചറിൽ അവർക്ക് ഇനി കൊച്ചുങ്ങളായാലും അവരുടെ പീലിക്കുട്ടിയായിട്ടൊക്കെ സന്തോഷമായിട്ട് ഈ വീട്ടിൽ ഇരിക്കട്ടെ. പ്രിയപ്പെട്ട അക്ഷയ്ക്കും ശ്രീകുട്ടിക്കും എല്ലാവിധ ആശംസകളും. ഭയങ്കര സന്തോഷമായിരുന്നു. ആദ്യത്തെ വീടാ, എന്തോരം നാൾക്ക് ശേഷം ഒരു ദിവസം ഇങ്ങനെ പറയുക നമ്മളൊരു പുതിയ വീട് മേടിച്ചാലോ ഇങ്ങനെ ആലോചിക്കുക. ഒരു ദിവസം വൈകുന്നേരം ഇങ്ങനെ വിളിച്ചിട്ട് പറയാ ഞാൻ വീട് വാങ്ങിക്കട്ടെ, ധൈര്യമായിട്ട് എടുത്തോന്ന് ഒന്നും നോക്കണ്ടേ എടുത്തോളാനെ പറഞ്ഞത്. ഇങ്ങനെ ഒരു വീട് എടുക്കുന്ന കേസൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ നമ്മളെ സ്വാഭാവികമായിട്ടും നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ സംസാരിക്കും പോലെ അങ്ങനെ അല്ലായിരുന്നു. പക്ഷെ നമ്മുടെ ഇടയിൽ നമ്മൾ ആ ഒരു ഇത്രയും ഡീപ്പായിട്ടുള്ളൊരു ബോണ്ട് ഉള്ളതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് വാങ്ങത്തില്ലേ, ആ ഒരു ഫീലാണ്. ഞങ്ങൾ ആ ടെൻഷൻ അടിച്ചു, അതേ ടെൻഷൻ ഞങ്ങൾ ഉള്ളിൽ ഫീൽ ചെയ്തു. അവനുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കത്തില്ലേ നമുക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ട്, അതേപോലെ ഞങ്ങൾ ഒരു നേർച്ചയൊക്കെ നേർന്ന് വാങ്ങാനുള്ള. പക്ഷേ അതേപോലെ ഇപ്പം വീട് ആയി എന്ന് പറഞ്ഞപ്പോഴും ഇവിടെ വർക്കിന് നിന്നപ്പോഴായാലും നമ്മൾ സ്വന്തമായിട്ട് വീട് വാങ്ങുന്ന ഒരു ഫീലായിരുന്നു. ഇപ്പം നമ്മുടെ തന്നെ ആ ഒരു ഫീലാണ്. എനിക്കറിയാതെ അങ്ങനെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ കണ്ടത്. എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയാം, ഇവർക്ക് ചാടിത്തള്ള ഡാൻസ് കളിക്കാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. പക്ഷേ ഞങ്ങളൊരു വൈബിൽ നിൽക്കുന്നതാണ്. അത്രയും ഹാപ്പിനെസ്സോടെയാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. രണ്ടുപേർക്കും ഞങ്ങളുടെ ബെസ്റ്റ് വിഷസ്. അക്ഷയ്ക്കും ശ്രീകുട്ടിക്കും പുതിയ വീട്ടിലേക്ക് മാറിയതിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഞങ്ങൾ നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. വേഗം കഴിക്കുന്നു, അല്ലെങ്കിൽ ഇതൊക്കെ ചൂടാറും. നമുക്ക് ധൈര്യമായിട്ട് കയറി വന്ന് കിടക്കാൻ ഒരു വീടായില്ലേ, നശിപ്പിച്ചല്ലേ. തുടങ്ങിയില്ല. ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം എന്താ, നമ്മുടെ അക്ഷയും ശ്രീകുട്ടിയും അവരുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചു. UK വന്നിട്ട് ഒരു സ്വന്തമായിട്ട് വീട് സാക്ഷാത്കാരാണ്. അതെ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു രാത്രി ശ്രീകുട്ടി വിളിച്ചിട്ട്, എടാ ഞാനൊരു വീട് വാങ്ങിക്കുന്നതിനെ കുറിച്ച് നിനക്ക് എന്താ അഭിപ്രായം? അപ്പോഴേ പറഞ്ഞു, ഒന്നും നോക്കണ്ട, എടുത്തോ, ഫുൾ സപ്പോർട്ട്. ആ സപ്പോർട്ടാണ് ഇന്നിവിടെ എത്തിയത്. അല്ല, അവര് ചോദിച്ചത് എന്താ അറിയോ, നമുക്ക് അക്ഷയ് ശ്രീകുട്ടിയും വീടെടുത്തപ്പോ എന്താ തോന്നിയെന്ന്. ഇവ പറയുന്നത് എന്താന്നറിയോ, ഇവന്റെ സപ്പോർട്ട്. ഇവിടെ നീ യുദ്ധ വെച്ചിട്ട് നീ ഒഴിച്ചാൽ മതി. രണ്ടുപേർക്കും ഞങ്ങളുടെ ബെസ്റ്റ് വിഷസ്. കുറച്ചുകൂടെ പറയുന്നുണ്ട് ബെസ്റ്റ് വിഷസ്. പക്ഷേ അന്നോട്ടും നമ്മളെന്താ പറയാ, ഇനി പോയി കുറച്ചുകൂടെ കഴിയും. എനിക്കൊരു അച്ഛൻ്റെ അമ്മയുടെ സേവനം കാണാൻ